പാലക്കാട് മണ്ണാർക്കാട് തെങ്കര മെഴുകുംപാറയിൽ കടുവ ഭീതി. ഓലിക്കൻ മോഹന്റെ ആടിനെയാണ് വന്യജീവി ആക്രമിച്ചത്. കടുവ പിടികൂടുന്നത് കണ്ടുവെന്നാണ് ഉടമസ്ഥരും തൊഴിലുറപ്പ് തൊഴിലാളികളും പറയുന്നത്. സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു. മെഴുകുംപാറ ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. കടുവയുടെ സാന്നിധ്യം മാത്രമല്ല, മോഹനേട്ടൻ എന്ന് പറയുന്ന, ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന മോഹനേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2 ആടുകൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ വെച്ച് കടുവ കടിക്കുന്നൊരവസ്ഥയുണ്ടായി. അതിൽ ഒരാടിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിട്ട് തുടരുകയാണ്. വെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ തീറ്റ എടുക്കാനോ വേണ്ടി കഴിയാതെ ഒരാടിൻ്റെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു. മറ്റേ ആടിനും സമാനമായ രീതിയിൽ പരിക്കേറ്റിരിക്കുകയാണ് കടുവയുടെ അക്രമത്തിൽ. ഇവിടെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇങ്ങനെ കടുവ ഇറങ്ങുമ്പോൾ ജനങ്ങളെല്ലാവരും വളരെ വലിയ ഭീതിയിലാണ് നിൽക്കുന്നത്. ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ കടുവ ഇറങ്ങിയിട്ട് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ചിട്ട് ജനങ്ങളെയൊക്കെ ആകെ ഭീതിയിലാഴ്ത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഇന്നലെ ഈ കടുവ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏതാണ്ട് 50 മീറ്റർ അകലെയാണ് ഇവിടെ കാണുന്ന ഈ അമ്മമാരുൾപ്പെടെയുള്ളവർ തൊഴിലുറപ്പ് പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും അടുത്ത് ജനങ്ങളുമായി അത്രയും ചേർന്ന് നിൽക്കുന്ന വീടുകളുള്ള ജനവാസ മേഖലയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇടുക്കി പീരുമേട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ഭീതി പടർത്തുകയാണ്. ഏലപ്പാറ ടൗണിന് സമീപം നിലയുറപ്പിച്ച കൊമ്പനെ കാടുകയറ്റാൻ വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തിങ്കളാഴ്ച ഉച്ചയോടെ നാട്ടിലിറങ്ങിയ കാട്ടാന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പടർത്തുകയാണ്. ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തെത്തിയ കാട്ടാനയെ കണ്ട് നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി. പിന്നീട് ആന പുതുലയം ഭാഗത്തെത്തി. ഈ സമയം ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന യാത്രക്കാർ കാട്ടാനയെ കണ്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തിയെങ്കിലും ആനയെ തുരത്താനായില്ല. നിരവധി തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും അധിവസിക്കുന്നതുമായ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ കണ്ടു ആന. ഞാൻ ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പേ വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനൊക്കെ എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. ആദ്യമായാണ് കാട്ടാന ഈ മേഖലയിലേക്ക് വരുന്നതെന്നും ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിളിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു നടപടിക്ക് എടുത്താന്ന് സാറേ. ഫോറസ്റ്റുകാർ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടില്ല. താഴെ വന്നത് ഫോറസ്റ്റുകാരൊക്കെ വന്നെന്ന് പറഞ്ഞ്, പക്ഷെ ഞങ്ങൾ അവരെ കണ്ടില്ല. ഇവിടെയൊക്കെ റിപ്പോർട്ടെന്ന് പറഞ്ഞു. ആനയെ നിരീക്ഷിക്കുന്ന വനംവകുപ്പ് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ വനാതിർത്തിയിലെ ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ വനംവകുപ്പ് വീഴ്ച വരുത്തിയതിനെതിരെ വിമർശനം ശക്തമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറയുവാനുള്ളത്, കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. പ്രദേശത്ത് RRT ടീമിനെ വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം വടവുകോട്